മാറ്റങ്ങൾ ഈ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം കണ്ട ഇസ്ലാമിക സമൂഹമല്ല ഇപ്പോൾ ഉള്ളത്. മാറ്റങ്ങൾ ഇഷ്ടം പോലെ, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. നിയമം എഴുതി വെച്ചേക്കണത് പുരുഷനാണെന്നുള്ളതല്ല. നമ്മൾ പ്രമാണമാക്കണ ഗ്രന്ഥം ഖുർആനാണ്. അതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതുന്നത് പുരുഷനാണെന്നുള്ളതാണ്. നവദമ്പതികളാണ് ഇന്നെൻ്റെ കൂടെ ഇരിക്കുന്നത്. മാനവ ചരിത്രത്തിൻ്റെ വഴിത്താരകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടൊരു ദിവസമാണ് ഡിസംബർ 10. ആ ദിവസമാണ് ഇവർ വീണ്ടും വിവാഹം രജിസ്റ്റർ ചെയ്തത്. അല്പനേരം നിങ്ങളുടെ അനുവാദത്തോടുകൂടി അവരുടെ സ്വകാര്യതയിലേക്ക് ഞാൻ കയറുകയാണ്. ഹാർട്ടി വെൽക്കം. അപ്പം 37 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്തത്. വീണ്ടും കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം വെറും വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി മാത്രമാണോ? ഇത് പുനർവിവാഹമല്ല, ഇത് ഞങ്ങളുടെ നടന്ന വിവാഹത്തിന്റെ രജിസ്ട്രേഷനാണ്. നിയമപരമായിട്ട് നമ്മളതിനെ രജിസ്റ്റർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ മാരേജിന് ഈ കാലത്തുള്ള പ്രസക്തി? മുസ്ലിം വ്യക്തി നിയമം കാലോചിതമായിട്ട് പരിഷ്കരിക്കണം, ക്രോഡീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിംസ് എന്ന വലിയൊരു സംഘടന പ്രവർത്തിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വിവാഹം രജിസ്റ്റർ ചെയ്തത്. പറഞ്ഞു പലരും കല്യാണം നേരത്തെ കഴിച്ചിട്ടുണ്ട്, എന്നാലും ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് ഷുക്കൂർ വക്കീലും ആദ്യമായിട്ട്, പിന്നീട് നിങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതെപ്പോഴും ഒരു സംശയം എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ മക്കൾക്ക് കിട്ടാൻ വേണ്ടി മാത്രം സ്വാർത്ഥമായിട്ട് ചെയ്തൊരു തീരുമാനമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ആ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ മുഖ്യമായിട്ടുള്ള ഒന്ന് പെൺകുട്ടികളുടെ ലിംഗനീതി ഉറപ്പാക്കി കിട്ടണം എന്നുള്ളതാണ്. മുസ്ലിം പിന്തുടർച്ചാവകാശ വിഷയങ്ങളിൽ ലിംഗനീതി ഉറപ്പാക്കി കിട്ടണം എന്നുള്ളതാണ് ഫോർജ മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യം. അപ്പോൾ സാധാരണ ഇപ്പോൾ നിലനിൽക്കുന്ന ശരീഅത്ത് നിയമപ്രകാരം പെൺകുട്ടികൾ മാത്രമുള്ള മാതാപിതാക്കളുടെ സ്വത്ത് അവരുടെ കാലശേഷം അവരുടെ സഹോദരങ്ങൾക്ക്, ഈ മാതാവോ പിതാവോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ സഹോദരങ്ങൾക്ക് അത് പോകുന്നൊരു സമ്പ്രദായം ഈ നിലവിലുള്ള നിയമത്തിലുണ്ട്. മുഹമ്മദൻസ് ലോ അനുസരിച്ചിട്ടാണ് ഈ പെൺകുട്ടികൾ. പ്രേക്ഷകരുടെ അറിവിലേക്കായി 1937 ഇന്ത്യയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻസ് ലോ, ആ പ്രകാരമാണ് ഈ നിയമങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലവിൽ വന്ന നിയമമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻസ് ലോ. അതിൽ പലതും ഖുറാനിക വിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുകയും പലരുടെയും ഈ സ്വത്തവകാശ വിഷയങ്ങളിലൊക്കെ പലരുടെയും ബുദ്ധിമുട്ടുകൾ കണ്ടറിയുകയും ചെയ്ത സന്ദർഭത്തിലാണ് നമ്മൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു രജിസ്ട്രേഷന് നിന്നത്. ഇത് ഞങ്ങളുടെ മാത്രം ഒരു ആവശ്യമായിരുന്നില്ല. ഇത് ഈ വിഷയത്തിൽ സമൂഹത്തിനെയും സമുദായത്തിനെയും മത നേതൃത്വങ്ങളെയൊക്കെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഇത്തരം ഒരു രജിസ്ട്രേഷൻ പരസ്യപ്പെടുത്തലിലൂടെ ഉദ്ദേശിച്ചത്. പല നിയമങ്ങളും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് നിയമങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്ന ഏത് വിഷയങ്ങളിലൊക്കെയാണ്? ഇപ്പോൾ സാധാരണ സിവിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നത് വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ജീവനാംശം, ദത്ത്, അതൊക്കെ സിവിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. അതിൽ വിവാഹമോചനം, ജീവനാംശം, ദത്ത് മുതലായ വിഷയങ്ങളിലേക്ക് കോടതി ഇടപെടലുകളിലൂടെ നിയമനിർമ്മാണങ്ങളിലൂടെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മാറ്റം വരാൻ 2 വിഷയങ്ങൾ, ഒന്ന് പിന്തുടർച്ചാവകാശം, ഒന്ന് ബഹുഭാര്യത്വമാണ്. ആ 2 വിഷയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച വിധത്തിൽ പരിഷ്കരിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ മുദ്രാവാക്യം അതാണ്. ഇതിന് ഇസ്മായിൽ ഇക്ക അഭിനന്ദനങ്ങൾ. എവിടെ വെച്ചിട്ടായിരുന്നു ഈ കല്യാണം? പിന്നെ ആരൊക്കെയായിരുന്നു സാക്ഷികൾ? കൊടുങ്ങല്ലൂര് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്തത്. സാക്ഷികളായിട്ട് എൻ്റെ വാപ്പയും ഉമ്മയും. വാപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ എത്ര വയസ്സായി? വാപ്പ 86. ഉമ്മയ്ക്കോ? ഉമ്മക്ക് 83 വയസ്സ് അടുത്തായിട്ടുണ്ട്. ഓക്കെ. താങ്കൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 2 മക്കള്. 2 മക്കള്. ആൺകുട്ടികളോ പെൺകുട്ടികളോ? പെൺകുട്ടികൾ. 2 പെൺകുട്ടികൾ. ഇത് 2ാം വിവാഹമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിവാഹത്തിന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാനും പഴയത് തന്നെയാണ്. പഴയ നടന്ന വിവാഹത്തിന് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ രജിസ്ട്രേഷൻ വഴി നമ്മൾക്ക് നമ്മുടെ സ്വത്തവകാശ നിയമങ്ങളിൽ മറ്റു പല വിഷയങ്ങളിലും ഞങ്ങൾക്ക് ഇനി ഇന്ത്യൻ നിയമമാണ് ബാധകമാവുക. അതായത് ഭരണഘടനാ പ്രകാരമുള്ള നിയമങ്ങൾ. നിലവിലുള്ള ശരീഅത്ത് നിയമപ്രകാരം ഈ സഹോദരങ്ങൾക്ക് ഓഹരി പോകുന്നു പറയുന്നത്. ഇത് സ്വത്ത് ഓഹരി പോണത് മാത്രമല്ല വിഷയം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, പെൺമക്കൾ മാത്രമുള്ള ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർ അവകാശികളായിട്ട് വന്നു കഴിഞ്ഞ് ഈ സഹോദരങ്ങൾ
അവിടെ നിലവിലെ അവകാശികളായിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ എന്ത് സാധനം ക്രയവിക്രയം ചെയ്യണമെങ്കിലും അവരുകൂടി ഒപ്പിട്ടാലാണ് ഈ പെൺകുട്ടികൾക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്വത്ത് മൂന്നിൽ രണ്ടാ ഈ പെൺകുട്ടി കിട്ടുള്ളൂ എന്നുള്ളത് മാത്രമല്ല, അവര് ബാക്കി കാര്യങ്ങൾക്ക് ഈ സഹോദരങ്ങളുടെ സഹായം വേണ്ടി വരികയാണ്. അത് വലിയൊരു കോംപ്ലക്സ് പ്രോസസ്സാണ് സത്യം പറഞ്ഞാൽ. ഒരു സഹോദരൻ മിണ്ടാതിരുന്ന അവിടെ പ്രശ്നമായി. ഫോർജം ഉന്നയിക്കുന്ന ഈ വിഷയത്തിന് മതസംഘടനകള് വിമർശനപരമായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്വത്തുള്ള ആളുകളുടെ വിഷയമാണ്. സ്വത്ത് സഹോദരങ്ങൾക്ക് പോകുന്നതിനെതിരായിട്ട് സ്വത്തുള്ള ആളുകൾ നടത്തുന്ന ഒരു പ്രതിഷേധമാണ് ഇതെന്നുള്ളതാണ് അവരുടെ വിമർശനം. സത്യത്തിൽ ഇത് അത്തരത്തിലുള്ളൊരു വിഷയമല്ല. ഇത് പാവപ്പെട്ട ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യണത്. പക്ഷെ പാവങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒട്ടും ബോധവാന്മാരാകണില്ല. അവർ ഈ മതസംഘടനകളും മത നേതൃത്വം ഒക്കെ പറയുന്നതിലും ഉള്ളൊതുങ്ങി നിൽക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരിതിനെക്കുറിച്ച് ഒട്ടും പഠിക്കണേ ഇല്ല. ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു അവബോധം അവർക്കില്ല എന്നുള്ളതാണ്. അവർക്കുണ്ടാകുന്നില്ല. ലിംഗനീതിപരമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ നിയമങ്ങൾ പൊളിച്ചെഴുത്താൻ കഴിയുന്നില്ല. അത്രയ്ക്ക് തൊടാൻ പറ്റാത്ത സാധനമാണോ? സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി 2023 മറ്റോ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ അടുത്ത്, സർക്കാരിൻ്റെ അടുത്ത് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ സർക്കാർ അന്ന് ചെയ്തത് ഇവിടുത്തെ മുസ്ലിം പുരുഷ പണ്ഡിതന്മാരെ വിളിച്ചിട്ടാണ് അഭിപ്രായം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീഅത്ത് നിയമങ്ങളിൽ ഇടപെടാൻ ഭരണകൂടത്തിനോ കോടതിക്കോ ഇതിന് അവകാശമില്ലെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഫോർജം എന്നുള്ള സംഘടന രൂപപ്പെടുന്നതും നമ്മൾ രേഖാമൂലം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ ആശങ്കകൾ, ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ ആശങ്ക കൂടി പരിഹരിച്ചിട്ട് വേണം, അവരെയും കൂടി കേട്ടിട്ട് വേണം സർക്കാർ സത്യവാങ്മൂലം കൊടുക്കാനെന്നുള്ളത് നമ്മൾ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിനോട്. ഇപ്പോൾ കോടതിയിൽ നിലവിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഫോർജം എന്ന സംഘടന, അതിന്റെ കൺവീനറാണ് എൻ്റെ അടുത്തിരിക്കുന്നത് നജിമിത്ത. അതൊന്നും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഫോർജം ഇപ്പോൾ 2 വർഷമായിട്ടുണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പറ്റണ പോലെ 2-3 സമ്മേളനം നടക്കും. പങ്കാളിത്തം കൊണ്ട് എല്ലാ സമ്മേളനവും ശ്രദ്ധേയമായിരുന്നു. സമുദായത്തിൻ്റെ അകത്ത് നിന്നുള്ള ആളുകൾ നല്ല പിന്തുണയായിട്ട് ഈ വിഷയത്തിൽ കൂടെ ഉണ്ട്. പക്ഷെ പൗരോഹിത്യം, സമുദായ നേതൃത്വം, പല വിഭാഗങ്ങളിലുള്ള നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊക്കെ ഇതിനെതിരെ തന്നെയാണ്. അതിനവരെതിരാവണതിൻ്റെ കാരണം ഖുർആൻ തിരുത്താനാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നതെന്നുള്ളതാണ്. ഇത് നമ്മൾ ആദ്യം മുതൽ പറയണത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ ഈ അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് ഖുർആൻ തിരുത്താനല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഖുർആൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ഈ ലിംഗനീതിപരമായിട്ടുള്ളൊരു വ്യാഖ്യാനവും ഒരു പൊളിച്ചെഴുത്തും ഇതിന് സാധ്യമാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. മധ്യവർഗ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മേൽത്തട്ടുകാരോ ഇത്തരം വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അതിന് സ്വത്ത് പോകാതിരിക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു ആക്ഷേപമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇനി സ്വത്ത് പോവാതിരിക്കാനാണെന്ന് പറഞ്ഞാൽ തന്നെയും ഇവിടെ ആൺമക്കൾ മാത്രമുള്ളവരുടെ സ്വത്ത് അവരുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട്. ആൺമക്കൾ, അതായത് രണ്ട് പെൺകുട്ടിയും ഒരു മകനും ഉണ്ടെങ്കിൽ അവരുടെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ആ സ്വത്ത് ആ മക്കൾക്ക് മാത്രമുള്ളതാണ്. ആ മക്കൾക്കും പിന്നെ പങ്കാളിക്കും മാതാപിതാക്കൾ ജീവിച്ചിരിക്കണ്ടെങ്കിൽ അവർക്കും. അതാണ് നിയമം. ഇതേപോലെയാണ് ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിൽ. അതേസമയം പെൺമക്കൾ മാത്രമാവുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു നീതികേട് വരെ വരണത്. അപ്പോൾ ഈ 2 ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ പകുതിയും, 2 അതിലധികമോ 1 അതിലധികമോ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ 2 എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3-1 അവകാശികളായിട്ട് വരുന്നത് ഈ ഖുറാനിൽ അങ്ങനത്തെ ഒരു രീതി തന്നെ പറയണില്ല. ഈ 3-1 അവകാശികളായിട്ട് വരുന്നത് സഹോദരങ്ങളാണെന്നാണ് പറയുന്നത്, ഈ മരണപ്പെട്ട ആളുടെ സഹോദരങ്ങൾ. അപ്പോൾ ഒരു വീടും ഒരു 5 സെന്റോ 10 സെന്റോ ഒരു വീടും സ്ഥലമോ അതിലൊരു വീട് താമസിക്കുന്ന ഒരു ഉമ്മയും മക്കളും വാപ്പയും കൂടി ജീവിച്ചുകൊണ്ടിരിക്കെ വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളും ഈ ഉമ്മയും കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വരെയാണ്. എന്താണെന്ന് വെച്ചാൽ സഹോദരങ്ങൾ അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ സഹോദരങ്ങൾ സ്വത്തോഹരി ചോദിച്ചു വരും. അവർക്ക് വേറെ ഓഹരി കൊടുക്കാൻ വേറെ ഒന്നുമില്ല. അതായത് മുസ്ലിം മാതാപിതാക്കളൊക്കെ വളരെ കൺസേൺഡ് ആണ്, പെൺമക്കൾ മാത്രമുള്ള മാതാപിതാക്കൾ. മുസ്ലിം മാതാപിതാക്കൾക്ക് അത് നേരത്തെ എഴുതി വെച്ചൂടെ? എന്റെ ചോദ്യം അതാണ്. സാധാരണ ഒരു കോമൺ ക്രൈറ്റീരിയ അല്ലേ, നേരത്തെ എഴുതി വെച്ചു. എന്ത് പറയുന്നു? ഇപ്പോൾ ഖുർആൻ അനുസരിച്ച് ഈ മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വത്ത് അവർക്ക് ഒസിയത്ത് ചെയ്യാന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് വില്ലെഴുതാം.
അത് നിർബന്ധമാക്കിയേക്കണം. നമ്മൾ പഠിച്ചു വരുമ്പോൾ, ഞങ്ങൾ വിശ്വാസികളായതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വസിയത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ഞങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനാണ്. ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വസിയത്ത് ചെയ്യണം. നിങ്ങളുടെ മരണമാസന്നമായാൽ അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ വസിയത്ത് ചെയ്യുക, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുമ്പോൾ ഇവിടുത്തെ ഈ നമ്മൾ പിൻപറ്റണ ശരീഅത്ത് ലോ അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വസിയത്തില്ല. അതായത് വില്ല് എഴുതാൻ പറ്റൂല. നമ്മളിപ്പോ പറഞ്ഞാൽ പറയണത് മുസ്ലിങ്ങൾക്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന് ആ വസിയത്തിനെ കുറിച്ച് ഈ നിലവിലെ ഈ ശരീഅത്ത് നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് പറയണ വസിയത്ത് എന്ന് 2 സ്വത്ത് വസിയത്ത് ചെയ്യുക. അത് അനന്തരാവകാശികൾക്ക് വസിയത്തില്ല. ഇതൊന്നും ഖുർആനികമല്ല. അനന്തരാവകാശികൾക്ക് വസിയത്തില്ല എന്നൊന്നും ഖുർആൻ പറയണില്ല. നിലവിലെ ശരീഅത്ത് നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് അനന്തരാവകാശികളല്ലാത്തവർക്ക് വസിയത്ത് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ഇപ്പൊ എനിക്ക് 2 കുട്ടികളാണുള്ളത്. എനിക്ക് 2 പെൺകുട്ടികൾ തന്നെ, അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടി ഉണ്ടെന്ന് വെച്ചോട്ടെ. എൻ്റെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു സുഖമില്ലാത്ത കുട്ടിയുണ്ട്. എൻ്റെ 2 മക്കൾ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലെത്തി. 3ാമത്തെ കുട്ടി സുഖമില്ലാത്ത കുട്ടിയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ കുട്ടിക്ക് വസിയത്ത് ചെയ്യാനുള്ള അവകാശം ഖുർആൻ അനുവദിക്കുന്നുണ്ട്. അതായത് ആ കുട്ടിയുടെ കാര്യത്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പൊ എനിക്ക് ആ കുട്ടിക്ക് വസിയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നിലവിലെ ശരീഅത്ത് നിയമം അനുസരിച്ചിട്ട് എനിക്കത് സാധ്യമല്ലാതെ വരും. എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് വസിയത്തില്ല എന്നാണ് പറയുന്നത്. ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താൽ എനിക്ക് വസിയത്ത് ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്തവർക്ക് വസിയത്ത് ബാധകമായിട്ട് നമുക്ക് അനുവദിക്കപ്പെടും. നമുക്കത് വസിയത്ത് ചെയ്യാൻ പറ്റും. പല ഇസ്ലാമിക രാജ്യങ്ങളിലും സ്ത്രീക്കും പുരുഷനും സ്വത്തവകാശം ഒരേപോലെ ആക്കിയിട്ടുണ്ട്. ബഹുഭാര്യത്വത്തിന്റെ വിഷയത്തിൽ പല രാജ്യങ്ങളിലും കോടതി വഴിയാണ് അനുവാദം കിട്ടുള്ളൂ. ഇവിടെ ഇന്ത്യയിൽ മുസ്ലിം പുരുഷന് മാത്രമല്ലേ 4 വിവാഹം കഴിക്കാനുള്ള അനുവാദമുള്ളൂ, ബാക്കി ആർക്കും ഇല്ലല്ല. അതിൽ വല്ലാത്ത സ്ത്രീ വിരുദ്ധത ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ നിയമത്തിന്റെ ഈ മറവില് പല ഖുർആൻ ഈ ബഹുഭാര്യത്വം അനുവദിക്കുന്നത് അനാഥ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അത് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞിട്ട് അനിവാര്യമായ കാരണങ്ങൾ പറഞ്ഞിട്ട് അത്തരം ഒരവസരത്തിൽ മാത്രം എന്ന് പറഞ്ഞിട്ട് അനുവദിച്ചേക്കുന്ന ഒരു കാര്യമാണ് ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ മക്കളുള്ള ആളുകൾ വിവാഹത്തിന് 2 സാക്ഷികൾ വേണമെന്നുണ്ട്. സാക്ഷികൾ അവർ തന്നെ അതൊക്കെ ഒരു ഗ്രന്ഥത്തിനെ വളച്ചൊടിക്കുന്നതാണ്. അതിന്റെ നിയമങ്ങളെ വളച്ചൊടിച്ചിട്ട് വടക്കൻ ജില്ലകളിൽ പോയിട്ട് വിവാഹം കഴിക്കുകയും ഇവരറിയാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊരു നിയമം അനുവദിച്ചതിന്റെ പേരിൽ അപ്പം നമ്മൾ വല്ലാതെ മതത്തിനെ കുറ്റപ്പെടുത്താനായിട്ട് ഇതിനെ കാണേണ്ട കാര്യം തന്നെയില്ല. ഈ ഇസ്ലാമിൽ ബഹുഭാര്യത്വം നിയമം അനുവദിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ അത് നിയമവിധേയമാക്കപ്പെടുന്നു. അതേസമയം മറ്റു മതങ്ങളിൽ അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടാവണുണ്ട്. അത് പക്ഷേ അതിന് നിയമത്തിന്റെ പ്രാബല്യമില്ല. അവർ ഈ പറഞ്ഞ പോലെ നമ്മൾ രഹസ്യബാന്ധവം എന്നൊക്കെ പറയണ പോലെ പോയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കും. ഇസ്ലാമിൽ ഇത് നിയമത്തിന്റെ അനുവാദം ഉള്ളത് കൊണ്ട് മറ്റു ജില്ലകളിൽ പോവുകയും രഹസ്യമായിട്ട് വിവാഹം കഴിക്കുകയും ഈ സ്ത്രീയും കുട്ടികളും അറിയാതിരിക്കുകയും പിന്നീട് അവിടെ മക്കൾ വലുതായി കഴിഞ്ഞൊക്കെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ ഇവരറിയണത്. അതിലൊക്കെ വല്ലാത്ത സ്ത്രീ വിരുദ്ധതയില്ലേ. നമ്മൾ പറയും ഏറ്റവും വലിയ ദുഃഖം, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ദുഃഖം സപത്നി ദുഃഖമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ആ സ്ത്രീ അറിയാതിരിക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് ഖുർആൻ അപ്പൊ ഈ പുരുഷന്മാർ പറയണത് ഇത് ഖുർആൻ അനുവദിക്കുന്നതാണെന്നാണ്. ഖുർആൻ അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അത് അവസാനം ഖുർആൻ പറയണത് അത് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് വരും. അതായത് ഒരു അനാഥ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് അത് ഖുർആൻ കാലാതീതമായിട്ടുള്ള ഒരു ഗ്രന്ഥം എന്നുള്ള നിലക്കൊക്കെ പറഞ്ഞ നിയമങ്ങളായിരിക്കും ഇത്. അത് അങ്ങനത്തെ ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള നിലക്കൊക്കെ ഇരിക്കുള്ളൂ. പക്ഷെ അതിനെയൊക്കെ വല്ലാതെ ചൂഷണം ചെയ്യും ഒക്കെയാണ് ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഫോർജം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയം, ഈ പിന്തുടർച്ചാവകാശ വിഷയവും ഒന്ന് ബഹുഭാര്യത്വമാണ്. അതും ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അനുവദിച്ചു കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ പൗരന്മാർക്കും ഇല്ലാത്തൊരു സ്പെഷ്യൽ അവകാശം മുസ്ലിങ്ങൾ മാത്രം വിഷയത്തിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് സ്ത്രീ വിരുദ്ധമാണ് തന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇപ്പൊ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് 15 പ്രകാരമുള്ള രജിസ്ട്രേഷൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതൊരു പ്രതിരോധമാണ്. അത് ഈ മത നേതൃത്വങ്ങളിലേക്കും സമുദായത്തിനകത്തേക്കും ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെ എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ട് കൂടി നമ്മളതിനെ കാണണം. പ്രതീക്ഷാ നിർഭരമാണോ? അതെ, ഈ മൂവ്മെന്റിന് ശ്രദ്ധയോടുകൂടി സമുദായവും സമൂഹവും ഒക്കെ നോക്കിക്കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും വാർത്താ പ്രാധാന്യം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത രജിസ്ട്രേഷന് നല്ല നിലക്കുള്ള വാർത്താ പ്രാധാന്യം കിട്ടിയിരുന്നു. ഒപ്പം തന്നെ ഇവിടെ സമുദായ നേതൃത്വം അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി വന്നെന്നുള്ളത് ഇവിടെ കൊടുങ്ങല്ലൂർ തന്നെ അതിനെതിരെ സമ്മേളനം നടന്നിരുന്നു. അപ്പൊ അവരതിന് തയ്യാറായി വരണം എന്നുള്ളത് തന്നെ ഇത് സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് വേണം. അത്രയും തന്നെ ഉള്ളൂ. എത്രയോ മാറ്റങ്ങൾ ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം കണ്ട ഇസ്ലാമിക സമൂഹമല്ല ഇപ്പോൾ ഉള്ളത്.
മാറ്റങ്ങൾ ഇഷ്ടം പോലെ, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണല്ലോ. നിങ്ങളുടെ സ്വപ്നങ്ങൾ വരും കാലത്തുള്ള ഇതുപോലുള്ള ഒരുപാട് മുസ്ലിം സ്ത്രീകൾക്ക് സഹായകരമാവട്ടെ. താങ്ക് യു ഇത്ര നേരം ഞാൻ സംസാരിച്ചു.